ഇതിന് കൊടുത്ത തലക്കെട്ട് എന്ന് പറയുന്നത് ആദം നീ എവിടെയാണ്. ഇതിനൊരു വേദപുസ്തക പശ്ചാത്തലമുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ ആദം നീ എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഏദൻ പറുദീസയിൽ ആദം എന്ന് പറയുന്നത് സൃഷ്ടാവ് സൃഷ്ടിച്ച സൃഷ്ടികളുടെ ഒരു ആകത്തുകയാണ്. നമ്മള് ആദമിനെ ഹവ്വായും സൃഷ്ടിച്ചെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ പോലും ആദം എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളുടെയും ഒരാകത്തുകയാണ് ആദം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൃഷ്ടാവ് സൃഷ്ടിയെ സൃഷ്ടിച്ചതിന് ശേഷം ഏദൻ പറുദീസയില് ഇറങ്ങി നടന്നു നോക്കി. ഞാൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം ബന്ധമുണ്ടാകണമായിരുന്നു, പൂരകമായ ജീവിതം സാഹചര്യങ്ങൾ ഉണ്ടാകണമായിരുന്നു, പ്രകൃതിയെ തൊടേണ്ടിടത്ത് മാത്രമേ തൊടാൻ പാടുള്ളായിരുന്നു, പറിക്കേണ്ടാത്ത പഴം പറിച്ച് തിന്നാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചില നിബന്ധനകള് സൃഷ്ടാവിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും പ്രതീകമായ ആദം സൃഷ്ടാവ് വന്ന് നോക്കിയപ്പോൾ സൃഷ്ടാവിന്റെ ഹിതത്തിൽ നിന്ന് ദൂരം പോകുന്നതായി കാണാം. ഇതാണ് ആ പഴയ നിയമ കഥയിലെ ഒരു പൊരുളെന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടാവ് ഇറങ്ങി വന്നപ്പോൾ ആദം സൃഷ്ടാവിന് മുഖം കൊടുക്കാൻ വയ്യാതെ ഒന്ന് ഒളി. ഈ സമൂഹം ദൈവഹിതത്തിന് സൃഷ്ടാവിന്റെ ഹിതത്തിന് വിരുദ്ധമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വിരി സതീശൻ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആദം എന്ന് പറയുന്ന ആരാണ്? ഇവിടെയുള്ള സകല മനുഷ്യരും സകല ജീവജാലങ്ങളും സകല രാജ്യങ്ങളും എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ആദം നീ എവിടെ? അപ്പൊ ഇതൊരു വർത്തമാനകാല സമസ്യ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ, ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, അന്തർദേശീയ യുദ്ധത്തിന്റെ പ്രതിഭാസങ്ങൾ, അതുപോലെ പ്രകൃതിക്കെതിരെയുള്ള മനുഷ്യന്റെ ആക്രമണം, ജീവജാലങ്ങൾ തമ്മിലുള്ള ആക്രമണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി നമ്മളെ ഉപദ്രവിക്കുന്നു. ഏദൻ പറുദീസയിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വലിയ ചോദ്യം വി ഡി സതീശൻ ചോദിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ നാമകരണം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. ഇതൊരു ബൈബിൾ കഥയൊന്നുമല്ല. ബൈബിളിലെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നെങ്കിൽ പോലും ഇത് സമസ്ത മേഖലകളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാ രാജ്യങ്ങളെയും വർത്തമാനകാല സാഹചര്യങ്ങളെയും മനസ്സിൽ കൊണ്ടുകൊണ്ട് വളരെ ശക്തമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദം